നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ജീവിതകഥകളിൽ ഒന്നാണ്. ഒരു രാജാവിന്റെ കഥയല്ല, ഒരു സമ്പന്നന്റെ കഥയല്ല, ഒരു സേനായകന്റെ കഥയുമല്ല, ഒരു അടിമയുടെ കഥയാണ്. സമൂഹം വില കൽപ്പിക്കാതിരുന്ന ഒരാളുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷെങ്കിൽ അള്ളാഹു ലോകം മുഴുവൻ ആദരിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട്. അത് മറ്റാരുടെ കഥയല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അബ്സീനിയ വംശജരായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് റബാഹ എന്നും മാതാവിന്റെ പേര് ഹമാമ എന്നുമായിരുന്നു. ഇന്നത്തെ ഏതോപ്യ പ്രദേശത്തു നിന്നുള്ളവർ അന്നത്തെ ലോകത്ത് അടിമക്കച്ചവടം സാധാരണമായിരുന്നു. മനുഷ്യരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു അത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളും അത്തരത്തിൽ മക്കയിലെത്തിയവരാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ അടിമകളുടെ കുടുംബത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ജനിച്ച ദിവസം മുതൽ തന്നെ അദ്ദേഹം സ്വതന്ത്രനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരാളുടെ കൈകളിലായിരുന്നു. അന്നത്തെ മക്ക സമ്പന്നമായൊരു നഗരമായിരുന്നു. ജനങ്ങൾ തീർത്ഥാടനത്തിന് അവിടെയായിരുന്നു വരുന്നത്. പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു പകരം നൂറുകണക്കിന് വിഗ്രഹങ്ങളെ ആരാധിക്കുമായിരുന്നു. പാവപ്പെട്ടവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അടിമകളെ മനുഷ്യരായി പോലും പലരും കണ്ടിരുന്നില്ല. അവരിൽ ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യ ബിനു ഖലഫ് ഖുറൈശികളുടെ വലിയ നേതാവാണ്. ഒരു ദിവസം മക്കയിലൊരു വാർത്ത പരന്നു. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന വ്യക്തി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളോട് പറയുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വിഗ്രഹങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക, അനീതി അവസാനിപ്പിക്കുക, എല്ലാ മനുഷ്യരും തുല്യരാണ്. ഈ വാർത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലും അദ്ദേഹം നബിയെ കാണുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. ആ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ജീവിതത്തിൽ ഒരു സന്ദേശം കേട്ടു. അത് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ഒരു അടിമ മാത്രമല്ല, നീ അള്ളാഹുവിന്റെ ദാസനാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നീയും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇതാണ് സത്യം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അധിക നാൾ അത് രഹസ്യമായി നിൽക്കാൻ കഴിഞ്ഞില്ല. വാർത്ത ഉമയ്യയുടെ ചെവിയിലെത്തി. അവൻ കോപം കൊണ്ട് വിറച്ചു നിന്നു. അടുത്ത ദിവസം മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ജീവിതം മാറി. അവനെ മർദ്ദിക്കാൻ തുടങ്ങി. ചങ്ങലയിൽ ബന്ധിച്ചു. മക്കയിലെ ഉച്ചസമയം സൂര്യൻ തീ പോലെ കത്തുകയാണ്. മണൽ കാല് വെക്കാൻ പോലും കഴിയാത്ത വിധം ചൂടാണ്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹയെ വലിച്ചിഴച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. വസ്ത്രങ്ങൾ അയച്ചു മാറ്റി കത്തുന്ന മണലിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു. ഉമയ്യ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിനെ തള്ളിപ്പറയൂ, വിഗ്രഹങ്ങളെ ആരാധിക്കൂ, അപ്പോൾ നിന്നെ ഞാൻ വിടാം. പക്ഷേ ആ വേദനകൾക്കിടയിലും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വന്നത് ഒരേ ഒരു വാക്കാണ്, അഹദ്, അഹദ്, അള്ളാഹു ഏകൻ, അള്ളാഹു ഏകൻ. വീണ്ടും 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 ശരീരം ക്ഷീണിച്ചു. പക്ഷേ വിശ്വാസം ക്ഷീണിച്ചില്ല. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. ഉടൻ ഉമയ്യയെ സമീപിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവെ വാങ്ങാമെന്ന് പറഞ്ഞു. വലിയൊരു തുക നൽകുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളായി അടിമത്വം അവസാനിച്ചു. ചങ്ങലകൾ പൊട്ടി. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വതന്ത്രനായി. കാലം കുറെ കടന്നു. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവും അവരോടൊപ്പം പോയി. അവിടെ ഒരു പുതിയ സമൂഹം. ഒരു ദിവസം നമസ്കാര സമയം അറിയിക്കാൻ ഒരു മാർഗം വേണമെന്ന് ചർച്ചയായി. അപ്പോൾ അതാൻ നിർദ്ദേശിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, ബിലാലെ, എഴുന്നേറ്റ് അതാൻ വിളിക്കൂ. അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലെ ആദ്യ അദാൻ ബിലാൽ റളിയല്ലാഹു അൻഹു. ദിവസത്തിൽ 5 നേരം മദീനയുടെ ആകാശത്ത് മുഴങ്ങിയ ശബ്ദം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലെ, സ്വർഗത്തിൽ എന്റെ മുന്നിൽ നിന്റെ കാലടി ശബ്ദം ഞാൻ കേട്ടു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എത്ര വലിയ സന്തോഷ വാർത്തയാണത്. ബിലാൽ റളിയല്ലാഹു അൻഹു വിനയത്തോടെ പറഞ്ഞു, എനിക്ക് വുളു നഷ്ടമായാൽ ഞാൻ വീണ്ടും വുളു എടുക്കുകയും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ബദർ യുദ്ധം എത്തി. ഇസ്ലാമിന്റെ ആദ്യത്തെ വലിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം. മുസ്ലിങ്ങൾ കുറവായിരുന്നു, പക്ഷേ വിശ്വാസം ശക്തമായിരുന്നു. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ പഴയ യജമാനനെ കണ്ടു, ഉമയ്യ ബിനു ഖലഫ്. ഒരിക്കൽ തന്നെ പീഡിപ്പിച്ച മനുഷ്യൻ ഇന്ന് യുദ്ധഭൂമിയിൽ. ഒടുവിൽ ഉമയ്യ കൊല്ലപ്പെട്ടു. അള്ളാഹുവിന്റെ നീതി നടപ്പായി. വർഷങ്ങൾക്ക് ശേഷമാണ് മക്ക വിജയം ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾ വിജയികളായി നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഒരിക്കല് ഈ നഗരത്തില് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതേ നഗരത്തിലേക്ക് അദ്ദേഹം വിജയിയായി പ്രവേശിക്കുകയാണ്. നബിതങ്ങള് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, കഅബയുടെ മുകളിലേക്ക് കയറി അതാൻ വിളിക്കൂ. അശ്ഹദു അല്ലാ
നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇന്ന് കഅബയുടെ മുകളിൽ കയറി അദാൻ വിളിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങി, അല്ലാഹു അക്ബർ. ചരിത്രം മാറിയ നിമിഷം. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ഇനിയും ബാക്കിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആ വാർത്ത കേട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം തകർന്നുപോയി. മദീനയിലെ ഓരോ വഴിയിലും ഓരോ സ്ഥലവും നബിയെ ഓർമ്മിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം അദാൻ വിളിക്കാൻ റസൂലിന്റെ പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കരഞ്ഞു. പിന്നീട് അദ്ദേഹം ഷാമിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത മദീനയിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും മദീനയിലെത്തി. ഹസൻ റളിയല്ലാഹു അൻഹയും ഹുസൈൻ റളിയല്ലാഹു അൻഹയും അദാൻ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സമ്മതിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ശബ്ദം മദീനയുടെ ആകാശത്ത് മുഴങ്ങി. ജനങ്ങൾ കരഞ്ഞു. കാരണം അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം ഓർമ്മ വന്നു. അല്പകാലത്തിന് ശേഷം ഷാമിൽ വെച്ചാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് സമ്പത്തോ നിറമോ വംശമോ അധികാരമോ അല്ല, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. കത്തുന്ന മണലിൽ കിടക്കുമ്പോഴും ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നുണ്ട്. അഹദ് എന്നായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അള്ളാഹു ഏകൻ. അള്ളാഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് തൃപ്തിപ്പെടട്ടെ. ആമീൻ.